അന്നത്തെ പോലെ സംസാരിക്കാം കേട്ടോ. ഞാൻ ഡ്രാവത്തില്ല, ഞാൻ ഡീസന്റ് ആയിട്ട് സംസാരിക്കുള്ളേ. അത്ര ഉള്ളൂ. 1.5 മണിക്കൂറോളം അവിടെ തന്നെ. അല്ലല്ല, നമുക്ക് 1 മണിക്കൂറോളം അവന്മാരെ അവിടെ പൊഴിപ്പിക്കാം. കണ്ണാപ്പി ബാൻ മേടിക്കല്ലേ കണ്ണാപ്പി, എനിക്ക് അതേ പറയുള്ളൂ. ബാൻ മേടിക്കല്ലേ. എന്റെ വായി തണ്ട ഇത്തിപ്പോലെ തെറി കേട്ടാ എനിക്ക് ബാൻ കിട്ടിയ. എന്നെ നിങ്ങളത് കൺട്രോൾ ചെയ്യാനാണ്, എന്നെ നിങ്ങളത് ഓർമ്മിപ്പിക്കണേ ബാൻ ഇടക്കിടക്ക്. ഒന്ന് മാർക്കി വന്നാ അറ്റാക്കായിരുന്നു കേട്ടോ. ആരാടാ അവിടെ ഉണ്ടായിരുന്നോ? നീ എത്തിക്കൂലേ ഇത്? ഞാനെല്ലാം മറ്റേ റിയൽ ലൈഫിലൊക്കെ ട്രിപ്പ് പോണത് പോലെ വിൻഡോ സീറ്റിൽ 1.5 മണിക്കൂറായിട്ട് ഇരിക്കുവാ. സാറല്ലേ പോയത്? ഇനി അമ്മാരുടെ പുറകെ പോയി അമ്മാരെ മണത്താത്ത കേടുകളൊക്കെ. ആ എക്സലാൻഡിസ് ഈ സെർവർ മേടിച്ചിട്ടുണ്ടല്ലോടാ. ആ എക്സലാൻഡിസ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ വാസു എന്ന് വെക്കണം. ഇങ്ങനെ വലുതായിട്ട് വാസുവല്ല, വെറും വാസുവല്ല, പരുന്ത് വാസു. അതെ, പരുന്ത് വാസു എന്ന് വെക്കണം, അല്ലെ ടി വിയെ വാസു എന്ന് വെക്കണം. പരുന്ത് വാസു വെച്ചാൽ അത് വിഷയമായിരിക്കും. അപ്പാപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഞാൻ 2 കൊടുത്തിട്ടേ 2 പെഗ് കൊടുത്തിട്ട് നൈസായിട്ട് എഴുതി മേടിക്കാം അഗ്രിമെന്റ്. ബോധക്കേടിൽ എഴുതി തരും. പെഗ്ഗൊന്നും കൊടുക്കണ്ട, ആളിപ്പോഴേ ഫിറ്റാ. ഇവിടെ അവന്മാരില്ല. നമ്മളൊക്കെ മുമ്പ് അഡ്മിൻ വന്നിരിക്കുന്നുണ്ടോ? ഈ അഡ്മിൻ ഒന്നും നമ്മള് തന്തേലായിട്ട് പറയുന്നത് അറിയാം കേട്ടാ. അഡ്മിന് സത്യം നേരത്തെ വന്നിരുന്നത് നമ്മള് പോക്കത്തിനെ പറയുന്നത് അറിയാൻ പുള്ളിക്ക്. അതാ പുള്ളി നേരത്തെ പുള്ളി കറക്റ്റ് സമയത്ത് വന്നത്. എടാ സ്വന്തമായിട്ട് ബാൻ മേടിക്കല് കേട്ടാ. ഫാൻ മേടിക്കല് ഇല്ല, അതെന്തായാലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്താ മോവി, എന്റെ അത്രയ്ക്ക് വിശ്വാസമില്ല നിനക്ക്. കിട്ടിയ 2 മണിക്കൂറാണേ എണ്ണം പോസ്റ്റ് ആവേ. സ്പെക്കിലിരിക്കേണ്ടി വരേ. ഹലോ 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 ഹലോ. കേക്കല്ലേ? ഓക്കെ, കേക്കാം. പറഞ്ഞു ബ്രോ നമ്മള് കേൾക്കുന്നില്ലല്ലോ? കേക്കാം. പറഞ്ഞു ബ്രോ, അപ്പൊ നമ്മളൊരു പ്രിയർ കളിച്ചിരുന്നു. അതിനകത്ത് നമ്മൾ അത്യാവശ്യം എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബ്രോ സിറ്റുവേഷൻ ഒന്ന് പറയാമോ? ഹലോ, ഓക്കെ. സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറച്ച് പേര് നമ്മള് വേറൊരു ഗ്യാങ് ആയിട്ട് വരുമോ? ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ റൂളാണ്. ആവശ്യമില്ല. നിങ്ങൾക്ക് വാറടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈമും കാര്യങ്ങളും മാത്രം പറയേണ്ട ആവശ്യമില്ല. ഇല്ല, ഇപ്പൊ കറന്റ് അതില്ല, അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഡ്യൂ ടു സം ഇഷ്യൂസ്. ഓക്കെ, മിണ്ടാനും പറ്റൂല. അപ്പം പ്രിയർ നമ്മൾ ഡൗൺ ഉണ്ട്. സോ 30 മിനിറ്റ്സിനുള്ളിൽ വാറ വിളിക്കാവേ. 30 മിനിറ്റ്സ്. അപ്പൊ 11:55 12:25 മുമ്പ് വിളിക്കണേ. 30 മിനിറ്റ്സ് നമുക്ക് കുറച്ച് കൂടുതലാ ബ്രോ. 50 മിനിറ്റ്സിനകത്ത് വിളിച്ചാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 15 ഓക്കെ ബ്രോ, ഫൈൻ. 15 മിനിറ്റ് വിളിക്കാം. ഓക്കെ, 1 മണിക്കൂറാ ബ്രോ. എന്താണ് 12:10. ഓക്കെ, ഫൈൻ. 12:10 വിളിച്ചേക്കാം. ബ്രോ, പിന്നെ നിങ്ങളെ മിസ്ട്രക്സ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗണ്ണും എല്ലാം വേണമെന്ന് ചോദിച്ചു. വേണ്ട ബ്രോ, ആവശ്യമില്ല. 25 എണ്ണം പോയായിരുന്നു. ഇപ്പൊ സംസാരിക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞത്. നീയാണ് ഈ റൂൾ നീ ഒരുത്ത കാരണമാണ്. നീ ഒറ്റ കാരണമാണ് ഇത്. നീ മറ്റേ വാറിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്ത് അതൊക്കെ നീ കഴിഞ്ഞോട്ടം ചോദിച്ചായിരുന്നു. കേട്ടോ, പിടിച്ചോ, എന്തൊക്കെയാ ചോദിച്ചത് നീ എന്ന്? ഇല്ലടാ, ഞാൻ എടുക്കാം. എത്ര താമസിക്കുക, ഞാൻ എടുക്കാം. അവിടെ എത്തിയപ്പോഴുള്ള ചിരി വീശുക എന്നെ കേട്ടില്ലടാ. എടാ പോലെയോടി, എടാ കണ്ണാപ്പി കണ്ണ് കാണത്തില്ലടാ നിനക്ക്. ഞാൻ അത് പട്ടിക്കാതിരിക്കുന്നേ. ഒന്ന് ആലോചിച്ചടാ, കോമാളികളെ പോലെ ഒന്ന് തിരിച്ചൊക്കെ പോയല്ലേ. നീ എന്തിനാ തിരിച്ചവിടെ? എനിക്കറിഞ്ഞോ 25 പേരുണ്ട് അവിടെയൊക്കെ എങ്ങനെ ചിരിക്കാതിരിക്കണ. എന്നിട്ട് സ്ലോ മോഷന് ബിലാൽ ജോൺ വരുന്നവര് നടത്തും. കാര്യം 3 നേരം ഉള്ളു. ആ പുറകെ വന്നവൻ സന്ധി തീട്ട. നമ്മള് 3 നേരം ഉള്ളല്ലോ, ദേഹത്തോട്ടാ തീർത്തോളാം കേട്ടാ. ജയിച്ചതാ പറയുന്നേ, വരാതെ ജയിച്ചത്. എന്റെ വീട്ടിൽ കയറി പൂളും കേട്ടാ.
ഇപ്പഴേ ഈ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴേ എതിരുള്ള ഗ്യാങ് ജയിച്ച പോലെയാണ് ഇപ്പൊ മീറ്റിങ്ങിലൊക്കെ വന്ന് സത്യം അവന്റെ ആറ്റിറ്റ്യൂഡ് നമ്മളൊരു 45 പേര് ഡൗൺ ആയി. 45 100 പേര് ഡൗണായി, ഡൗണായി. അത് ഇന്നലേക്ക് ടീച്ചർ വന്നിട്ട് മറ്റേ വണ്ടിയൊക്കെ ഇട്ട് കറക്കണം പുതുക്കില്ലേ ചെയ്തു എല്ലാ വാറും ജയിച്ചിട്ടിരിക്കണല്ലോ അവന്മാർ ഇതൊക്കെ കണ്ടില്ല. ഇന്ത്യയുടെ കോൺഫിഡൻസ് പറഞ്ഞ ഇതുപോലെ അല്ല, ആട് തിരി ഇറക്കുന്ന പോലെ സൂപ്പർ ഹിറ്റ് ആവുന്ന പറഞ്ഞ അവന്മാര് പറഞ്ഞു പോകുന്നത്. 100 കോടി എത്തിച്ചാ പണം കിട്ടിയാലും 100 കോടി ക്ലബിൽ കയറുന്നുള്ള രീതിയിലാണ് അവന്മാര് വാർന്നത്. എന്താണ് കണ്ടാപ്പി ഇതിനൊക്കെ? പക്ഷേ പിരിഞ്ഞാതെ കേട്ടാ 50 പേർ തോറ്റിട്ട് എടുത്തപ്പോ ഗിറന്ന് ശബ്ദം പാർച്ചായിട്ട്. അതാരാ? ഡൊമിനിക് അല്ലല്ലോ, ആരായിട്ട് കുക്കർ ചിരിക്കാൻ പറ്റും, ശ്വാസം കൊട്ടണോ എനിക്ക്? എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കട്ടാ. സത്യം പറഞ്ഞ അവന്റെ കൂടെ ഉള്ളവര് തന്നെ അവനെ തന്നെ കോമാളിയാക്കണം കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗ്യാങ് ലീഡറിനെ കോമാളിയാക്കുന്നുള്ളത്. അതാരാ? എടാ കണ്ടാപ്പി നിന്നെ കൊണ്ടുപോകും കേട്ടാ. എനിക്കിതിരുന്ന് പറയാം, ലീഡറിനെ കോലീഡറെ കൊണ്ടുപോകത്തില്ല, നിന്നെ കൊണ്ടുപോയി അവന്മാരെ കഴിയിപ്പിക്കും. അതാ എന്റെ അണ്ണൻ ഉള്ളിടത്തോളം കാലം എന്നെ അവന്മാരെ ഒരുത്തരം തുറത്തുള്ളത് എനിക്കുള്ള ധൈര്യം ഉണ്ടാ. ഞാൻ അതുകൊണ്ട് അറ്റം ഞാൻ അവരാധിക്കും അവന്മാരെ. അതൊന്നും ആലോചിക്കാൻ ഒറ്റയ്ക്ക് കൊണ്ടാണ് ചിന്തിക്കുന്നൂടെ. ആള് തീരും കേട്ടോ, എനിക്ക് അറ്റാക്ക് എല്ലാം വരുവേ. മറ്റേ സന്തോഷം വരുമ്പോ വരുന്ന അറ്റാക്ക് ഉണ്ടല്ലോ. ആനന്ദാശ്രമം അങ്ങനെ പറയുന്നത്. എന്താ ആനന്ദാശ്രമം? ആനന്ദ ആശ്രമോ? ഇങ്ങനെ സന്തോഷം വരുമ്പോൾ അറ്റാക്കിന് പറയുന്നവര് ആനന്ദാശ്രമം. ഓ പിന്നെ കോപ്പ ആനന്ദാശ്രമം ഒന്നും അല്ല പറയണേ. എന്റെ അപ്പൂപ്പാക്കല്ലേ തീർന്നത്. എന്തായിരുന്നു നമ്മൾക്ക് സന്തോഷം വന്നു കേട്ടോ, എനിക്ക് അറ്റാക്ക് എല്ലാം വരുവേ. മറ്റേ സന്തോഷം വരുമ്പോ വരുന്ന അറ്റാക്ക് ഉണ്ടല്ലോ. ആനന്ദാശ്രമം അങ്ങനെ പറയുന്നത്. എന്താ ആനന്ദാശ്രമം? ആനന്ദ ആശ്രമോ? ഇങ്ങനെ സന്തോഷം വരുമ്പോൾ അറ്റാക്കിന് പറയുന്നവര് ആനന്ദാശ്രമം. ഓ പിന്നെ കോപ്പ ആനന്ദാശ്രമം ഒന്നും അല്ല പറയണേ. എന്റെ അപ്പൂപ്പാക്കല്ലേ തീർന്നത്. എന്തായിരുന്നു നമ്മൾക്ക് സന്തോഷം വന്നേ? പുള്ളി എന്തോ ചിരിച്ച് ചത്ത്. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമോട്ടാ? നീ കഴിഞ്ഞ തലസമയത്ത് എന്നോട് പറഞ്ഞത് നീ അപ്പാമ്മയെ തല്ലിക്കൊന്നതല്ലേ? അല്ലല്ല, അത് ശാപമായിരുന്നു. നമുക്കിവിടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, കൈസ. 8 വയസ്സുണ്ടായിരുന്നു പട്ടിക്ക്. ചാവുന്ന വരെ പട്ടി വിർജിനായിരുന്നു. ഓർമ്മയില്ല ഇതിനായിട്ട് തെറിയൊക്കെ വിളിച്ചത്. അപ്പൊ പട്ടി തീർന്നു പോയണ്ണ. അപ്പോഴും അത് വിർജിനായിരുന്നു. ഒരു പെണ്ണിന്റെ മണം പോലും അടിച്ചില്ല. ആ പ്രാക്കി അടുത്ത വർഷം അപ്പം പോയി. പട്ടിയുടെ പരാക്കി ഞാൻ അതിനെ വെച്ച് ഡിപ്രഷനായി. അതിനേശാണ് ഞാൻ നന്നായത്. അണ്ണൻ പറഞ്ഞു, അമ്മയൊക്കെ പറഞ്ഞിട്ടില്ല മറ്റേ അപ്പം മരിച്ചതിന് ഞാൻ നന്നായെന്ന്. എന്നിട്ട് ഇപ്പൊ നീ മേടിച്ച പട്ടിയെ നിനക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? വിറ്റ് അതിനെ വിറ്റ് 10,000 കിട്ടി. അതിന് കൊടുത്തു? നീ കൊടുത്തു എടാ ശരിക്കും പറ കൊടുത്തു? കൊടുത്തില്ല, അതിനെ കൊടുക്കുമെന്ന് തോന്നിട്ടുണ്ടാ. അതിപ്പോ ഒരു നാടൻ പട്ടിയാണ്, ചെറിയൊരു അവീതം പിടിച്ച്. എന്തൊക്കെയാണോ പറയണേ? ഗേറ്റ് തുറന്നടക്കാണ് വരവൊക്കെ ഉണ്ടായിരുന്നു ഒരു നാടൻ പട്ടിയുടെ. അക്ഷയ്ക്കിടക്ക് CCTV പിടിച്ചു. സംഭവം ഞാനാണല്ലേ അക്ഷയ്ക്കിടക്ക് CCTV മേടിച്ചപ്പോ അര മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ട് ജനലിൽ കൂടെ കയറ്റുമായിരുന്നു. CCTV കൂടെ അച്ഛൻ അതും കണ്ട് പട്ടിയുടെ അവിഹിതവും കണ്ട്. പിന്നെ അതിനേശ സീനായണ വീട്ടിൽ ഭയങ്കര സീനായി. എന്റെ കേസല്ല സീനായത്, പട്ടിയുടെ കേസ സീനായത്. 2 കുട്ടി തരണേ. ഇവിടെ പുറത്തുണ്ടാ ഇനി ജർമ്മൻ ഷെപ്പേർഡിന്റെ ഷേപ്പും മറ്റേ ഗോൾഡൻ റിട്രീവറിന്റെ ഷേപ്പും ഉള്ളവരുടെ വരും. കുട്ടിയുണ്ടായി തല നമ്മുടെ ഇതിന്റെ ഗോൾഡൻ റിട്രീവറിന്റെ, ഉടല് നാടൻ പട്ടി. എനിക്ക് വയ്യടാ ഇനി. അയ്യോ സത്യമായിട്ട് എനിക്ക് അറ്റാക്ക് വരെ. പിന്നെ മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ മീറ്റിംഗ് ടൈമിലാണ് ഡിസ്കസ് ചെയ്തേ. എടാ 12 12:10 വരെ വിളിക്കും. നിങ്ങള് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്ന് ഇതിട്ടെ.